സൃഷ്ടിക്കു മുന്നമേ നായനന്ദനായി ലോകകാരണൻ വിലോകപതി വിരാഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതനായി തന്നെ ശക്തിയെന്നു പ്രകൃതിയും മഹാമായ നിർഗുണനായ നിന്നെ അവതാരണം ചെയ്തിട്ടു തൽഗുണങ്ങളെല്ലാം അനുസരിച്ചിടുന്നതും വേദാദികൾ ചൊന്നു പിന്നെ മുന്നം ദിവ്യമാവാക്യം കൃത എന്നോ പാനേ ഉപദേശിച്ചാൽ മായാദേവി മൂലപ്രകൃതി എന്നു ചൊല്ലൂ മായതെന്തല്ലോരു സംസ്കൃതി എന്നു ചൊല്ലൂ വിദ്വാൻമാർക്കു വിദ്യയെന്നു പറഞ്ഞോവതല്ലോ ശക്തിയെ പാലം നമ ചൊല്ലുന്നു പലതരം നിന്നാൽ സംപ്രോക്ഷമാണെങ്കയാ മമ തന്നിൽ നിനക്കുണ്ടായി വന്നു മഹത്വമെന്നല്ലോ ചൊൽവൂ നിന്നുടെ നിയോഗത്താൽ മഹതത്വമെന്തെങ്കിലോ നിനക്കുണ്ടായി വന്നു പുനരഹങ്കാരവും പുരം മഹത്തത്വവും മഹാ അഹങ്കാരവും സംസാരവും മഹാദ്വയദികളേവം ഒന്നായി ചൊല്ലിയിടുന്നു മാത്വികം രാജസവും താമസാമിവണ്ണം വിദ്യമായി ചമഞ്ഞിതു മൂന്നു നിന്നറിഞ്ഞാലും തമസ്യം തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവാംഗ സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രജസാദിങ്കൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ മൂർത്തിക്വാതിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു സുത്രീയ രൂപംഗം ലിംഗമീവൻ ഇറ്റി നിന്നൂടാനായി സർവത്വാവ്യാപാത്മ സ്ഥൂല സഞ്ചയ തിങ്കൽ നിന്നു ദിവ്യനാ വിരാട പൂമാനുണ്ടായതു കേൾപ്പു അങ്ങനെയുള്ള വിരാട പുരുഷൻ തന്നെന്നല്ലോ തിങ്ങിട്ടു ചരാചര ലോകങ്ങളാകുന്നതും ദേവാ മനുഷ്യാദി ഏഭ്യോ നിജാദികൾ ബഹു സ്ഥാവരാജംഗമൗല്യ പൂർണമായിട്ടുണ്ടായി വന്നു മായ ഗുണങ്ങളെ മൂന്നാശ്രമിച്ചേല്ലോ ബ്രഹ്മവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കും രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതൻ നാഭിയിൽ നിന്നും ഉണ്ടായി സ്വാത്മാം ഗുണാത്തങ്ങൾ നിന്നു രക്ഷിപ്പൻ വിഷ്ണു രുദ്രനും തമോ ഗുണങ്ങൾ കൊണ്ടു സംഹരിപ്പനും ബുദ്ധിജാതങ്ങളായി വൃത്തികൾ ഗുണത്രയം നിത്യമാംശിച്ചു ജാഗ്രസോൽപവും സുഷുപ്തിയും ഇവറ്റീരല്ലോ സാക്ഷിയായി ചിന്മയൻ ഭഗവാൻ നിവർത്തത്വന്നീരോ ഏകന്യവയന്നല്ലോ നാഥൻ ഏതൊരു കാലം സൃഷ്ടിച്ച നിശ്ചയിച്ചു ഭഗവാൻ മോദമോടു പോളാംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനായിപ്പോളെന്നായിതു ഭവാൻ തൊന്മഹാമായ രണ്ടുവിധം അന്നാളല്ലോ വിദ്യയും ആ വിദ്യയും എന്നുള്ള ഭോഗ്യായം വിദ്യയും എന്നല്ലോ ചൊൽവൂ നിജാത്മൻ അവിദ്വാസവാത്മരായ വർത്തച്ചീടിനാൽ ജനം പ്രവർത്തീനീരാത്മരദ്രേ വേദമുള്ളൂ വേദാദ്യ കാവ്യ വേദാന്തവാക്യാർത്ഥ വേദികളായി സമാരയായി പാദഭക്തന്മാർക്കുള്ളവർ നിത്യാത്മകന്ന് ആ വിദ്യവാഖന്മാർക്കു നിത്യസംസാരികളെ നവശ്യ തത്വജ്ഞാന്മാർക്കു ചൊന്നു നിരന്തരം വിദ്യാദ്യാസൈകരാത്മന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊന്നതു തത്വജ്ഞാനന്മാർ തൊൽനേത്രവാംസാകന്മാർക്കുള്ള ഭക്തന്മാർക്കു നിർമ്മലനായ വിദ്യയെ തന്നെ സംഭവിച്ചിടുന്നു. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതു ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൊൻഭക്തി സംഭവനാന്മാർക്കുള്ളവ ഏകാന്ത മുക്തരാരുമേതുമേ
സംശയമെന്നതോർത്താൽ സ്വയം ഭക്തിസുതാഹീനന്മാർക്കുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ, ശ്രീരാമാത്മരാമ കാരുണ്യമൃദസിതോ. എന്തിനോ വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കുക സാരം ഇഞ്ചിയിൻ ചൊല്ലുവൻ ധരപദേ. സാധു സംഘത്തിനെ മോക്ഷം കാരണമെന്നു വേദജ്ഞാനന്മാരെ വിദ്വാൻമാർക്കു ചൊല്ലിയിടുന്നു. സാധുക്കളായുന്നതു സംമിത്വ ചിന്താന്മാരല്ലോ ബോധിപ്പിച്ചു മാനവ ജ്ഞാനവും ഭക്തന്മാർക്കായി. ഈ ഹ്രാംവാന്മാർക്കു വികത്വൈക്ഷണാന്മാരായി സദം തൊൽഭക്തനാന്മാരായി ഈ വൃത്വാഖിലം കാമാമന്മാരായി ഇഷ്ടനിഷ്ടപ്രതിഷ്ഠകൾ രണ്ടിലും സമാത്മരായി നഷ്ടാസംഗമമായുമായി സംജ്ഞാകൃത് സൽക്കർമ്മങ്ങളായി തുഷ്ടാമാനസസ്മരായി ബ്രഹ്മത്മതൽമരനായി തൃഷ്ടാചാരൈക പരായണാത്മരായി നിത്യം ഓകർത്തം യമനീയാമാദി സമ്പന്യന്മാരാ യോഗദേ സമസാധാനയുക്തന്മാരായി സാധുക്കളവരോടും സൽഗതി കൊണ്ടുക്കുമ്പോൾ ചേതസി ഭവൻ കഥാശ്രവേണ രതിയുണ്ടോ. ത്വൽകഥാശ്രവേണ ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനവും ഉണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതാമെന്നു ഗുരുമുഖൻ തിങ്ങുന്നതല്ലോ. ആകയാൽ തൊൽഭക്തിക്കും നിനക്കല്ലോ പ്രേമവും. രാഘവ സദം ഭാവിക്കണമേ ദയാനിധേ. തൊൽപാദഭുജങ്ങളിലും തൊൽഭക്തന്മാരിലും ഇന്നു ഉൾപൂവിൽ ഭക്തി പുനരെ ഒഴുക്കുമുണ്ടാകണം എന്നല്ലോ സഫലമായി വന്നു മമ ജന്മം. ഇന്നു മൽകൃതുക്കളും വന്നിതു സഫലമായി എന്നല്ലോ തപസ്സിനും സഫലമായുണ്ടായി വന്നു എന്നല്ലോ സഫലമാവുന്നതുമെന്നത്രയവും. സീതയും ഭർത്താഹൃതി വസിക്ക സദംഭവാൻ സീതാവല്ലഭേ ജഗൽഗയേ ജഗന്നായക ദശരഥേ. നടക്കുമ്പോഴും മരിക്കുമ്പോഴും എന്നോടോർത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ടോ. സ്നാനകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം തോന്നേണം ദയാംബുദേ. കുംഭസംഭവ നിത്യം സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരത്തിനാൽ മുനം വിശേഷത്വമായി ചാപം ബാണതൂണാണീരാധനോട് കൊടുത്തു ഗദ്ഗതോടെ ആനന്ദവിനാശനം പിന്നെയുരൽ ചെയ്താൾ. ഭൂഭാരഭൂതന്മായി രക്ഷാസവംശം ഞാൾ. ഭൂദേവി വിനഷ്ടമാക്കിയിടണം വൈകാതെ. സാക്ഷാൽ ശ്രീനാരായണനായി നീ മായയോടും രാക്ഷവംശവദനായി മർത്യനായി പിറന്നിതു. 2 യോജനം വഴി ചൊല്ലുമ്പോൾ ഇവിടെ നീ ഇന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലാരശ്രമം ചമച്ചിതിൽ സീതാവസിക്കുക പോം. ശേഷമായുള്ളൊരു കാലം താത്രൈവം വസിച്ചു നീ ദേവാകാര്യങ്ങളെല്ലാം സ്വതരം ചെയ്യുക എന്നുണ്ടെന്നു ജ്ഞാനം നൽകി മുനി. ശ്രുത്വൈത്വന്ന ശ്രോത്രസാരം മാ അഗസ്ത്യാശുഭാഷിതം ത്വത്വാർത്താം സമോജ്ഞിതേ. രാഘവൻ തിരുവടി പാണചാപാദികളും തത്രൈവം നിഷേപിച്ചു വീണിടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയോമയപ്പിച്ചു സുമിത്രാൻ ജന്മനോടും പ്രീതി ജനകിയോടുമൊഴിഞ്ഞീടിനാ നേരം.